ഏശായ ദീർഘദർശിയുടെ പുസ്തകം 53:7 ഇപ്രകാരം പറയുന്നു: കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ നിൽക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദീർഘദർശി നടത്തിയ പ്രവചനമാണിത്. പ്രവാചകൻ യേശുക്രിസ്തുവിനെ ഒരു കുഞ്ഞാടിനോട് ഉപമിച്ചിരിക്കുന്നു. എന്താണ് ഒരു കുഞ്ഞാടിന്റെ പ്രത്യേകത? ഒന്ന്, കുഞ്ഞാട് പ്രതികാര ശക്തിയില്ലാത്ത ജീവിയാണ്. ചുറ്റുമുള്ളത് എതിർക്കാനോ കടിച്ചു കീറുവാനോ ഉള്ള പല്ലോ നഖമോ കൊമ്പോ ഒന്നും കുഞ്ഞാടിനില്ല. സത്യത്തിൽ ന്യായമായി എതിർത്ത് നിൽക്കുവാൻ കഴിയുമായിരുന്നിട്ടും യേശുക്രിസ്തു ഒരു കുഞ്ഞാടായി മാത്രം നിൽക്കുന്നു. പ്രപഞ്ച സൃഷ്ടികളോടൊപ്പം എണ്ണിയാൽ തീരാത്ത ദൂതന്മാരെ കൊണ്ട് തനിക്ക് സംരക്ഷണം ഏർപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നിട്ടും യേശുക്രിസ്തു ഒരു കുഞ്ഞാടായി മാത്രമിരുന്നു. ഒരു കുഞ്ഞാടായി അവൻ ഭൂമിയിലേക്ക് വന്നു. ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ കാൽവരി കുരിശിലേക്ക് നടന്നു. രണ്ടാമതായി, കുഞ്ഞാട് മിണ്ടാപ്രാണിയാണ്. യജമാനനെ അനുഗമിക്കുന്നതിലാണ് കുഞ്ഞാട് തന്റെ ജീവിത സംതൃപ്തി കണ്ടെത്തിയത്. കുഞ്ഞാടിനെ പോലെയുള്ള ജീവിതങ്ങൾക്ക് മാത്രമേ താഴ്മയും വിനയവും ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ ഒരിക്കലും പിറുപിറുക്കുകയോ നാവിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയോ ചെയ്യുകയില്ല. മാത്രമല്ല, ഇടയന്റെ തെറ്റ് കണ്ടുപിടിക്കുകയോ അവകാശവാദങ്ങളെ പറ്റി വാദപ്രതിവാദം ചെയ്യുകയില്ല. പ്രക്ഷുബ്ധമായ കടലിനെ ശാന്തമാക്കിയവന്, മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് പ്രവചിച്ചവന് ഒന്ന് മിണ്ടിയാൽ ലോകം അവനെ അനുസരിക്കുമായിരുന്നു. എന്നാൽ പ്രപഞ്ച സൃഷ്ടാവായ തന്റെ ദൈവത്തിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ഒരു കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്നു. മൂന്നാമതായി, കുഞ്ഞാട് പകവെച്ച് പുലർത്തുന്നില്ല. കൈപ്പായിരിക്കാനോ എതിർത്ത് നിൽക്കുവാനോ കുഞ്ഞാടിനറിയില്ല. പലപ്പോഴും നാം എത്രമാത്രം എതിർക്കുന്നു, വിധിക്കുന്നു, പ്രതികാരം അന്വേഷിക്കുന്നു. ക്ഷമയുടെ കാര്യത്തിൽ നാം കുഞ്ഞാടിന്റെ പ്രകൃതത്തിൽ നിന്നും അകലുന്നതുകൊണ്ട് ദൈവിക തേജസ് നമ്മിൽ നിന്നും അകലുന്നു എന്നതാണ് വാസ്തവം. ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ മാംദോന പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടായ മിശിഹായും നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 5:7 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നു. യഹൂദന്മാർക്ക് പെസഹ കുഞ്ഞാട് മുഖാന്തരം ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷയുണ്ടായി. മശിഹയിക പെസഹായാൽ ആന്തരിക ഫറവോനാകുന്ന സാത്താനിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പഴയ നിയമത്തിൽ മോശ രക്തം ജനത്തിന്റെ മേൽ തളിച്ചിട്ട് ഇത് ദൈവത്തിനും നിങ്ങൾക്കുമിടയിൽ ഞാൻ നിയമിച്ച നിയമത്തിന്റെ രക്തമാകും എന്ന് പറഞ്ഞു. മശിഹായും പുതിയ നിയമത്തിൽ പാനപാത്രമെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്ത് ഇത് പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു, നിങ്ങൾ എല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞു. മോശ തളിച്ചതായ രക്തം യഥാർത്ഥമായി മൃഗരക്തം ആയിരുന്നെങ്കിൽ ഇവിടെ മശിഹായുടെ സാക്ഷാൽ രക്തമാണ്, എനിക്കും നിനക്കും വേണ്ടി ചൊരിയപ്പെട്ട രക്തം. ഒരു കൊച്ചു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു കുട്ടി ഒരു മധ്യവേനൽക്കാലത്ത് ഒരു കൊച്ചരുവിയിൽ തന്റെ വർണ്ണശബളമായ കളിവഞ്ചി കൊണ്ട് കളിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ഒഴുക്ക് വന്ന് ആ കുട്ടിയുടെ കളിവഞ്ചിയെ അവനിൽ നിന്നും അകറ്റി മാറ്റി. ആ കളിവഞ്ചി അകന്നു പോകുന്നത് അവൻ സങ്കടത്തോടെ നോക്കിയിരുന്നു. ഈ സങ്കടം അവൻ തന്റെ വീട്ടുകാരോട് ഓടിച്ചെന്ന് അറിയിച്ചു. എന്നാൽ വീട്ടുകാർ അത് കാര്യമാക്കിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അവൻ ഒരു ഉത്സവപ്പറമ്പിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വർണ്ണശബളമായ ഒരു കളിപ്പാട്ടം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റാരും അത് സ്വന്തമാക്കുന്നതിന് മുമ്പ് അവൻ ഓടിച്ചെന്ന് ആ കടക്കാരന്റെ അടുത്ത് അതിന്റെ വില ചോദിച്ചു. ആ വില കൊടുത്ത് അവൻ ആ കളിവഞ്ചിയെ വീണ്ടും സ്വന്തമാക്കി. ആ കളിവഞ്ചിയെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ അതിനെ മാറോട് ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു, ഒരിക്കൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചു, എന്നാൽ നീ എന്നിൽ നിന്നും അകന്നുപോയി. രണ്ടാമത് ഞാൻ നിന്നെ വില കൊടുത്ത് സ്വന്തമാക്കി. ഇനി ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പ്രിയരെ, ഒരിക്കൽ അവൻ നമ്മെ സൃഷ്ടിച്ചു, എന്നാൽ പാപമുഖാന്തരം നാം അവനിൽ നിന്നും അകന്നുപോയി. പിന്നീട് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ രക്തമാകുന്ന വിലയാൽ നമ്മെ അവൻ വീണ്ടും സ്വന്തമാക്കി. ഇനി ഞാൻ എന്റേതല്ല, വില കൊടുത്ത് വാങ്ങിയ അവൻ്റെതാണ്. പ്രിയരെ, ഇപ്രകാരമായിരിക്കട്ടെ നമ്മുടെ അന്തരാത്മാവിന്റെ നിലവിളി. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുതാക്കണമേ. സങ്കീർത്തനം 51:10. ആമേൻ.